ഹായ് ഗഡീസ്, ഡാക് ഡി വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ ഗഡീസ്, നമ്മുടെ 2024 ഇതോടുകൂടി കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കണ്ട 2025 അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതുവത്സര ആഘോഷം ഉണ്ട്. ന്യൂ ഇയറിൻ്റെ നമ്മുടെ ചെറിയൊരു ആഘോഷം 31-ാം തീയതിയിലത്തെ. അപ്പോൾ അതിൻ്റെ ചെറിയ കറക്കം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഗഡീസ്, നമ്മളും അങ്ങനെ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടാ. അപ്പോൾ ഗഡീസ്, ന്യൂ ഇയർ ആയിട്ട് നമ്മളിവിടെ നമ്മുടെ ചക്കത അഭയനുണ്ട്, അഖിലുണ്ട്. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി വരാൻ നിൽക്കുന്നുണ്ടാ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കണത്. അവരും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള നമ്മുടെ സ്പോട്ടിൽ നമ്മൾ പോകും. അപ്പോൾ ഗഡീസ്, നമ്മുടെ ബാക്കി രണ്ടുപേരും കൂടി വന്നിട്ടുണ്ടാ. നമ്മുടെ രണ്ട് അനിയത്തിമാർ ഒരു ഹായ് കൊടുക്കൂ. അപ്പോൾ ഇനി നമ്മുടെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ട. അപ്പോൾ ഗഡീസ്, നമ്മളിത് ഇപ്പോൾ ഉള്ളത് ചാലക്കുടിയിലാണ്ടാ. ചാലക്കുടിയിലാണ് നമ്മുടെ ന്യൂ ഇയർ പാർട്ടി നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ നല്ല ക്രൗഡും നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഗംഭീര ആംബിയൻസ് ആയിരുന്നു ഇവിടെ. നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞാൻ പറയുന്നു, ഞങ്ങൾ JCA ചാലക്കുടി പറയുന്നു, അടുത്ത വർഷം ഇതുക്കും മേലെ ഒരു പരിപാടിയായിട്ട് മേ ബി മറ്റൊരു വെന്യൂവിൽ ഞങ്ങൾ തിരിച്ചു വരും. അന്ന് ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള അപ്രൂവൽസും എല്ലാം എടുത്ത് ദൈവം സഹായിച്ച് കേരള പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടോടു കൂടി 12 മണി വരെ നമ്മൾ നടത്തും, അടിച്ച് പൊളിക്കും. അപ്പോൾ ഗഡീസ്, നമ്മളിവിടെ പരിപാടി നല്ല രീതിയിൽ ആസ്വദിച്ച് വരായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു പരിപാടിക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണി വരെ സാങ്ഷൻ കിട്ടിയുള്ളൂ. ഇപ്പോൾ ഇവിടെ പാപ്പാനെ കത്തിക്കുന്നത് 10 മണിക്കാണ് കേട്ടോ. ഇത്രയ്ക്കും നല്ല രീതിയിലവിടെ പരിപാടി നടന്നിട്ട് നല്ല ആംബിയൻസിലവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര നിരാശയായിട്ടാണ്. വന്ന എനിക്കും ഭയങ്കര നിരാശയായി പോയി. കാരണം അതേമാതിരി നല്ല പരിപാടിയായിരുന്നു അവിടെ. നിർഭാഗ്യവശാൽ നമുക്ക് 2 മണിക്കൂർ മുമ്പേ അവിടുത്തെ ന്യൂ ഇയർ അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഗഡീസ്, നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ ചാലക്കുടിക്ക് ഉണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ ചാലക്കുടിയിൽ പരിപാടി 10 മണി വരെ സാങ്ഷൻ കിട്ടിയിട്ടുള്ളതാണ്. സാങ്ഷൻ മുമ്പ് ഉണ്ടെന്നാണ് പറഞ്ഞായിരുന്നത്. പക്ഷേ 10 മണിയായപ്പോഴേക്കും നിർത്താൻ പറഞ്ഞിട്ട് പോലീസുകാരും ഗവൺമെൻറ്റിൻ്റെ നിന്നും ഇത് വന്നിട്ട് 10 മണിയായപ്പോൾ ന്യൂ ഇയർ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ടാകും. പക്ഷെ നമ്മളവിടെ നിന്ന് തോറ്റ് പിന്മാറാനായിട്ട് നമ്മൾ ഒരുക്കല്ല. കാരണം നമ്മൾ അടുത്ത ലൊക്കേഷൻ അങ്ങോട്ട് പിടിച്ചിട്ടാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മുടെ അഴീക്കോട് മുസ്ലിംസിൽ നല്ല പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കണം. നേരെ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിക്കാൻ പോകുന്നുണ്ടോ. തകർക്കാൻ പൈസ എന്തിനാ? അങ്ങനെ ഗഡീസ്, നമ്മളിത് ചാലക്കുടിയിൽ നിന്ന് നേരെ അഴീക്കോട്ടേക്ക് പോകുന്നിട്ടാണ്. ഇവിടെയാണ് ഗംഭീര തിരക്ക്, ഒരു രക്ഷയില്ല. ചാലക്കുടിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരം തൊട്ടിച്ചല്ലേ അമ്മാതിരി പോറിലാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ പിന്നെ 12 മണി വരെ ഉണ്ട്, പേടിക്കാനില്ല. കറക്റ്റ് നമ്മളൊരു 11-10 നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ഗംഭീര തിരക്കോ, രക്ഷയില്ല. സമ്മാനമായി നൽകുന്നത് 2 പേർക്ക് സൈക്കിൾ, 4ാം സമ്മാനമായി നൽകുന്നത് 2 പേർക്ക് സ്മാർട്ട് ഫോൺ, 5ാം സമ്മാനമായി നൽകുന്നത് 10 പേർക്ക് പ്രഷർ കുക്കർ. ഇന്ന് രാത്രി 12:30 പ്രധാന വേദിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇവിടുത്തെ ബൈക്ക് ഇരിക്കാനുണ്ടാകും തന്നെ അറിഞ്ഞോട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും. എന്തായാലും നല്ല വൈബുണ്ടാക്കി ഒരു പറഞ്ഞതൊക്കെ. ഒന്ന്
കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹാലാകി എന്ന പാട്ടിലേക്ക് പോയാലോ? നിങ്ങൾ കൂടെ പാടണം, കാരണം ഇത് ഇത്ര ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ള ഒരു സോങ് ആണ്. എഴുതി കുത്തിയിരുന്ന് പഠിച്ച് ഇത്രയും സിംഗിളുകളുടെ പാടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. അപ്പോൾ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള എനിക്കറിയാം 20 മിനിറ്റ് എങ്ങനെയൊക്കെ അതോടൊപ്പം ഡാൻസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഡാൻസ് ചെയ്യും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര ക്രൗഡായിരുന്നു കേട്ടോ. ഇവിടെ അതേപോലെ മുസ്ലിംസ് ഫെസ്റ്റും കൂടി നടക്കായിരുന്നല്ലോ. ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ഫെസ്റ്റ് ഇവിടെ നടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഭീര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ്, പിന്നെ അതേമാതിരി തന്നെ ഇതേമാതിരി റൈഡ്സ്, ഗുണ കേവ്, അതേമാതിരി ഫുഡ് സ്റ്റാള്, അത് കുറേ അധികം പരിപാടി വീട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ക്രൗഡായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇവിടെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടെത്തുകയാണെങ്കിൽ എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു അറിയിപ്പ്, നമ്മൾ വർണ്ണവളക്ക് ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തയ്യാറാക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരേക്ക് എല്ലാവരും മാറിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം നടത്താൻ സാധിക്കില്ല, വർണ്ണവള നടത്താൻ സാധിക്കില്ല, ക്യാൻസൽ ചെയ്യേണ്ടി വരും. അത് ഒരുക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും ആ പരിസരത്ത് നിന്ന് ദൂരേക്ക് മാറിയിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കിട്ടീസ് നമ്മൾ കാത്തിരുന്ന് അവസാനം ആ നേരമായിട്ടാണ് നമ്മളുടെ 12 മണിയാവണ്. നമ്മളുടെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നുണ്ടോ. Happy New Year! ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വണ്ടി കൊണ്ട് റോഡിലെത്താൻ പറ്റുന്നുള്ളത് ഒരു പ്രശ്നം. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന തിരക്കണ്ടി കാണും. നടക്കാൻ പോലും സ്ഥലം. അപ്പോൾ ഗഡീസ് നമ്മൾ ഇപ്രാവശ്യം 2 സ്ഥലത്താണ് ന്യൂ ഇയർ ആഘോഷിച്ചത്. ഒന്ന് ചാലക്കുടിയിൽ, പിന്നെ നമ്മൾ അഴീക്കോട്. ചാലക്കുടിയിൽ 10 മണിയായപ്പോഴേക്കും അവിടെ ഇന്തോനേഷ്യൻ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണമെന്നുണ്ട്, സാങ്ഷനില്ലാണ്ട്. അവിടെ നമ്മൾ ആഘോഷിച്ച് സെറ്റായി കഴിഞ്ഞ ശേഷം നേരെ അവിടെ നിന്ന് നമ്മൾ അഴീക്കോട് ബീച്ചിലേക്കാണ് പോയാൽ. അവിടെ നമ്മൾ കറക്റ്റ് ന്യൂ ഇയർ നമ്മളെ അവിടെയാണ് ആഘോഷിച്ചേട്ടാ. അപ്പോൾ 2 സ്ഥലത്ത് പരിപാടി നമുക്ക് കൂടാൻ പറ്റി. എന്തായാലും ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ ഇനി പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക,
ഷെയർ അടിക്കുക, കമൻറ്റ് അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൂടി അടിച്ച് പൊട്ടിക്കിട ഗഡീസ്. അപ്പം ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ചിന്ന ബൈ ബൈ.